Hey, how's it going, my dear friend? Are you happy? I hope so. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഞാൻ നിങ്ങളൊരു കോൺവെർസേഷൻ സ്ക്രീനിൽ കാണിച്ചു തരാം കേട്ടോ. ഈ കോൺവെർസേഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഒരു ഡെയിലി ലൈഫിൽ നടക്കുന്ന കോൺവെർസേഷനും അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ എഴുതുന്ന ഭാഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതെങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ റിട്ടൺ ഇംഗ്ലീഷ് എഴുത്തു ഭാഷയും സംസാര ഭാഷയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ അതിനെപ്പറ്റി കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ വ്യത്യാസം നമ്മുടെ രണ്ട് സുഹൃത്തുക്കളെ നമുക്ക് ഓൺലൈനിൽ കണക്ട് ചെയ്യുകയും ചെയ്യാം. അതോടൊപ്പം ശ്രദ്ധിക്കുക, ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ 6 വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 7ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ 1ാമത്തെ വീഡിയോ മുതൽ നിങ്ങൾ കണ്ടു തുടങ്ങിയാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ബേസ് കുറഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങൾ 1ാമത്തെ വീഡിയോ മുതൽ കണ്ടാൽ നിങ്ങൾക്ക് നല്ല ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഇനി തീരെ അറിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം വാട്സപ്പിലൂടെയും വീഡിയോ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ. അത് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അപ്പോൾ അതിൽ നമ്മൾ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാനിവിടെ ഉണ്ട്. ലിങ്കല്ല, നമ്പർ തരാം. 9995558247. ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ അധ്യാപകർ നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാം. ഒപ്പം നമ്മുടെ പെയ്ഡ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, പ്രത്യേകം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സപ്പോർട്ടൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും അതിപ്പോൾ നിലവിൽ നമുക്ക് ഫുള്ളാണ്. അതിൽ ഒഴിവുകൾ വരുന്ന സമയത്ത് ഈ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. അതേപോലെ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ടാസ്കും കൂടി തരികയാണ്. എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ തരുന്ന ഈ കോൺവെർസേഷനിൽ സത്യത്തിൽ നമ്മൾ നിരവധി കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെച്ചതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. സംസാര ഭാഷയിൽ കോമൺ ആയിട്ട് സംസാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും ഓവർ ഗ്രാമറൊക്കെ യൂസ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഗുണമുണ്ടാവും, ദോഷമുണ്ടാവും. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. ഒപ്പം തന്നെ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വീഡിയോ ഓർഡറിൽ കൃത്യസമയത്ത് ലഭിക്കുന്നില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. അതുപോലെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കൃത്യമായി ലഭിക്കുള്ളൂ. അതുകൊണ്ട് ചെയ്തു വെച്ചാൽ മതി തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് കണക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ആ ക്ലാസ്സിലേക്ക് പോകാം. ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സ്ക്രീൻ കാണിക്കുകയാണ്. സ്ക്രീൻ കാണിക്കുന്നത് വേറൊന്നുകൊണ്ടല്ല, സ്ക്രീനിലാവണമെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കിഡിലൻ കോൺവെർസേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ കോൺവെർസേഷൻ നോക്കുക, കണ്ടോ, 1 by 1 ആയിട്ട് ഇങ്ങനെ കാണാം. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഇവിടെ വെച്ച് ചെയ്യും. ഇതിൻ്റെ മലയാളം കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റുക. നമ്മൾ വിചാരിക്കുന്ന രീതിയിലേ ആയിരിക്കില്ല റിയൽ ആയിട്ടുള്ള കോൺവെർസേഷൻ. അത് നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് ഇവിടെ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് 2 ആൾക്കാരെ നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഓൺലൈനിൽ 2 ആൾക്കാരെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. നമ്മുടെ സുഹൃത്തുക്കളെ അജയിനെയും അഭിനവിനെയും ഞാനൊന്ന് കണക്ട് ചെയ്യാം. ഹലോ അജയ്, കേൾക്കുന്നുണ്ടോ? ഹലോ അജയ്, കേൾക്കാവോ? സൗണ്ട് കേൾക്കാവോ? കേൾക്കാം സാർ, കേൾക്കാം. അഭിനവ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. കേൾക്കാം അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ അഭിനവനോടും ഓഡിയൻസിനോടും എല്ലാവരോടും അജയനോടും ഒക്കെ നമുക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ ഇന്ന് നമ്മളൊരു കോൺവെർസേഷനാണ് ചെയ്യാൻ പോകുന്നത്. കുറേ ആൾക്കാർ നമ്മളോട് കോൺവെർസേഷനെ പറ്റി ചോദിച്ചിരുന്നു. ശരിക്കും നമ്മൾ കുറേ ആൾക്കാർ ചോദിച്ചാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന സംഭവം, നമ്മൾ സംസാരിക്കുന്നതും എഴുതുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്നോ? അങ്ങനെ വ്യത്യാസം ഉണ്ടാവാറുണ്ടോ? ശരിക്കും വ്യത്യാസം ഉണ്ടാവാറില്ലേ? ഉണ്ടോ? പറയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഫ്രീ ആയിട്ടല്ലേ നമ്മൾ പറയാ? അതെ, ഫ്രീ ആയിട്ടാണ് പറയുക. പക്ഷെ ഞാൻ പറയുന്ന രീതിയല്ല ഞാൻ പറഞ്ഞത്. എഴുതുന്ന എല്ലാം നമ്മൾ പ്രൊനൗൺസ് ചെയ്യണമെന്നില്ലല്ലോ. അത് മാത്രമല്ല, നമ്മൾ എഴുതുന്ന രീതിയേ ആകണം എന്നില്ല സംസാരിക്കുമ്പോൾ. അത് മലയാളം സംസാരിക്കുമ്പോഴും അങ്ങനെയായിരിക്കും, അത് ഏത് ഭാഷ സംസാരിക്കുമ്പോഴും അങ്ങനെയായിരിക്കും, അത് എഴുതുന്നതും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒന്നും വേണ്ട. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് താങ്കളുടെ പേര്? അപ്പോൾ നമ്മൾ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? പേരെന്താ? അങ്ങനെ എഴുതിയോ? നമ്മൾ എഴുതുമ്പം എന്താണ് നിങ്ങളുടെ പേര് എന്നല്ലേ എഴുതുക. അതെ. അപ്പോൾ അത് കംപ്ലീറ്റ് ഗ്രാമാറ്റിക്കലി പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു ശൈലിയിൽ ഒക്കെയാണ് നമ്മൾ എഴുതുക. എന്നാൽ സംസാരം അങ്ങനെയേ ആയിരിക്കില്ല. ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ പറയാനുള്ളൊരു കാര്യം, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ കോഴിക്കോട് പോയോ അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചിയിൽ പോയോ എന്നാണ് ഒരാൾക്ക് ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുന്നത് എങ്ങനെയായിരിക്കുമല്ലോ, നിങ്ങൾ കൊച്ചിയിൽ പോയോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഒരു ചോദ്യമാണല്ലോ. അപ്പോൾ നിങ്ങൾ കൊച്ചിയിൽ പോയി എന്ന് പറഞ്ഞാൽ അത് ഉത്തരമല്ലേ, ചോദ്യമാണോ? അല്ലേ? നിങ്ങൾ കൊച്ചിയിൽ പോയി എന്ന് പറഞ്ഞാൽ അത് ചോദ്യമാണോ? നിങ്ങൾ കൊച്ചിയിൽ പോയി അല്ല, ചോദ്യമല്ല അല്ലേ? നിങ്ങൾ കൊച്ചിയിൽ പോയോ എന്ന് ചോദിച്ചാൽ അത് ചോദ്യമാണ് അല്ലേ? എന്നാൽ നിങ്ങൾ കൊച്ചിയിൽ പോയി എന്നതിനെ നമുക്ക് വേണമെങ്കിൽ അതേ ഇതിൽ നമ്മുടെ ഒരു സ്പെല്ലിങ്ങും സെൻറ്റൻസും ഒന്നും മാറ്റം വരുത്താതെ പറയുന്ന ഉച്ചാരണം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മാറ്റം വരുത്താൻ പറ്റും.
ശ്രദ്ധിച്ചാൽ നിങ്ങൾ കൊച്ചിയിൽ പോയി, ആഹാ നിങ്ങൾ കൊച്ചിയിൽ പോയി, അപ്പോൾ എന്താ അവിടെ ചോദ്യം പോലെ തോന്നില്ല അത്. ഉദാഹരണമായിട്ട് നിങ്ങൾ അവനെ കണ്ടു, നിങ്ങൾ അവനെ കണ്ടോ എന്നുള്ള ചോദിക്കുന്നതിന് വരെയായിട്ട് നിങ്ങൾ അവനെ കണ്ടു, അതിലൊരു ചോദ്യമാണ് അല്ലേ? ആ ടോൺ വേരിയേഷൻ കൊണ്ടൊരു ചോദ്യം വരുന്നുണ്ടോ? ഇത് തന്നെ ശരിക്കും മലയാളത്തിൽ അങ്ങനെ നമ്മൾ ആ പറയുമ്പോൾ നിങ്ങൾ അവനെ കണ്ടു എന്ന് ഞാൻ ചോദ്യം ചോദിക്കുകയാണെ, നിങ്ങൾ അവനെ കണ്ടു, അതൊരു ചോദ്യമല്ലേ ഞാൻ പറയുമ്പോൾ? അതെ. എന്നാൽ ഇത് എഴുതുമ്പോൾ നിങ്ങൾ അവനെ കണ്ടു, അത് ചോദ്യമാവുമോ? ഇല്ല. അതാണ് പറഞ്ഞത്, സംസാരത്തിൻ്റെ ടോൺ വേരിയേഷനുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാം. ഒരു പക്ഷത്തെ ഒരു ചോദ്യത്തെ ഉത്തരമാക്കാനോ ഒരു ഉത്തരത്തെ ചോദ്യമാക്കാനോ ഒക്കെ നമ്മൾ എക്സ്പ്രഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ശരിക്കും സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് സംസാരിക്കുക. ഇത് മനസ്സിലാക്കാതെ ഒരുപാട് ഗ്രാമറിനെ നമ്മളിങ്ങനെ പിടിച്ച് മുറുകെ അതിൻ്റെ പുറകെ പോവാണ്. പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, സാർ ഇവിടെ വരുമ്പോൾ V1 V2 V3 അല്ലേ, അങ്ങനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇവിടെ ഉപയോഗിക്കില്ലേ, ഇത് പറയുന്ന സമയത്ത് ഇൻ്റർജെൻഷനും കൺജങ്ഷനൊക്കെ ഇങ്ങനെ വരൂലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കൺഫ്യൂഷനായി പോവുള്ളൂ. ഇതൊക്കെ പഠിച്ചിട്ടല്ല നമ്മൾ മലയാളം സംസാരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിത് ഉപയോഗിച്ച് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഉപയോഗിച്ച് പഠിക്കുമ്പോഴാണ് അതൊരു ഭംഗിയായി സംസാരിക്കാൻ പറ്റുക. നിരന്തരമായി പറയുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ ആ ഒരു കാര്യം നമ്മുടെ ബ്രെയിനിൽ പതിയുകയും നമ്മളത് ശരിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഞാൻ ഇതിനു മുമ്പ് 1-2 സുഹൃത്തുക്കൾ വിളിച്ച സമയത്ത് ഞാൻ അവരോട് പറഞ്ഞിരുന്നു, അതായത് അവർ ചോദിച്ചൊരു കാര്യം, ഇപ്പോൾ ഞാൻ പോവുകയാണെന്നുള്ളതിന് ഐ ആം ഗോയിങ് എന്ന് പറയല്ലോ. ഐ ആം ഗോയിങ് നമുക്ക് പഠിക്കാനുള്ളതാണ്, അതിനെപ്പറ്റി പിന്നീട് വരുന്നതാണ്. എങ്കിലും ഞാൻ പറയുകയാണ് ഐ ആം ഗോയിങ്. ഐ ആം എന്ന് പറഞ്ഞാൽ വരും ഐ ഈസ് ഗോയിങ് എന്ന് പറയുമോ അഭിനവ എപ്പോഴെങ്കിലും? ഇല്ല, പറയില്ല. അജയ് പറയോ ഐ ഈസ് ഗോയിങ്? ഇല്ല, ഒരിക്കലും പറയില്ല അല്ലേ. കാരണം എന്താ, ഈസിൻ്റെ ആമിൻ്റെ അർത്ഥം സെയിമാണ്, രണ്ടിൻ്റെയും ആണ് അല്ലെ ആകുന്നു എന്നാണ് അർത്ഥം. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഐയുടെ കൂടെ ഈസ് ഉപയോഗിച്ചൂടെ? അത് ഈസ് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അതങ്ങനെ ഉപയോഗിച്ച് വന്നതാണ്. ഐയുടെ കൂടെ ആമേ വരുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി റിപ്പീറ്റ് ചെയ്ത് ഐ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എവിടെ ചേർത്ത് നോക്കിയാലും അവിടെ ചാടിക്കയറി ആമിടും. അപ്പോൾ ഐ ആം എന്ന് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ നിരന്തരം കേൾക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ നാവിൻ തുമ്പിൽ അങ്ങനെ വരും, ബ്രെയിനിൽ നിന്നും വരുന്ന അങ്ങനെ ഇരിക്കും. അങ്ങനെ തന്നെയാണ് ഭാഷ പഠിക്കേണ്ടതും. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക, ഐ വരുമ്പോൾ ഇവിടെ ഈസാണോ ആറാണോ ആമാണോ വെക്കേണ്ടത് എന്ന് ആലോചിച്ചിട്ട് ഗ്രാമർ പ്രകാരം അവിടെ ഇതല്ലേ വേണ്ടത്, ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പല ആളുകളുടെ ഒരു ചിന്താഗതി ഇതാണ്. കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എത്രയോ വർഷങ്ങളായി ഈ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പലരുടെയും ധാരണ ഈ ഗ്രാമറിനൊക്കെ എങ്ങനെ ബേസ് ചെയ്ത് പറഞ്ഞ് പഠിച്ച് എഴുതി പഠിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് എഴുതുക. ബുക്കുകൾ ഇങ്ങനെ എഴുതി കൂട്ടുകയാണ് പലരും. എഴുതി കൂട്ടിയാൽ നിങ്ങൾ എഴുത്ത് നന്നാവും, നിങ്ങൾ ആ എഴുതുന്ന ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും, ഒക്കെ നല്ലതാണ്. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണമെന്നില്ല. സംസാരിക്കണമെങ്കിൽ നിങ്ങൾ സംസാരിച്ച് തന്നെ പഠിക്കണം. അത് സംസാര ശൈലിയും രീതികളും നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ. അപ്പോൾ അത് ഞാനിപ്പോൾ ഇത്രയും വിശദമായി പറഞ്ഞാലും ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു കോൺവെർസേഷൻ ചെയ്താലാണ് മനസ്സിലാവുക. അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെ ഒരു കോൺവെർസേഷനാണ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും നമ്മൾ ചില കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ചതുകൊണ്ട് ചില കാര്യങ്ങൾ പഠിക്കാത്തതുകൊണ്ട്, അതേപോലെ നിങ്ങളുടെ ചിന്താഗതിയിൽ ചില ചേഞ്ചസ് വരുത്താനും കൂടി വേണ്ടിയാണ് ഈ ഇടയിൽ കൊണ്ടുവന്ന് ഞാനൊരു കോൺവെർസേഷൻ തരുന്നത്. ഇത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തരേണ്ടതാണ്, പക്ഷേ ഇപ്പോൾ തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോൺവെർസേഷൻ എങ്ങനെയാണ് വരേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ ഇതേപോലെ പഠിച്ചു വെച്ചാൽ ഈ മോഡലിൽ എന്ത് കാര്യവും നിങ്ങൾക്ക് സംസാരിക്കാനും പറയാനും പറ്റുന്നതായിരിക്കും. അതിനെപ്പറ്റി കൂടുതൽ വീഡിയോകൾ ഞാൻ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ കോൺവെർസേഷൻ ഒന്ന് ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് നോക്കാം. 2 ക്യാരക്ടറിൻ്റെ നെയിം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഡേവിഡ് ആൻഡ് ജാക്ക്. ജാക്ക് കേട്ടോ? ജാക്ക് എവിടെ കേട്ടിട്ടുള്ളത്? ടൈറ്റാനിക്കിലാണ് ജാക്ക്. ഓക്കെ. ഇവിടെ ഡേവിഡ് ആൻഡ് ജാക്ക്, ഇതാണ് നമ്മുടെ 2 ക്യാരക്ടേഴ്സ് നെയിം. ഏതൊക്കെയാണ്? ഡേവിഡ് ആൻഡ് ജാക്ക്. ഓക്കെ. അപ്പോൾ ഇവിടെ ഡേവിഡ് ജാക്കിനോട് ചോദിക്കുന്നതാണ്, ഹായ് ജാക്ക്, കുറേ കാലമായല്ലോ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ജാക്ക് പറയണം, അതെ ഡേവിഡ്, ഒരുപാട് കാലമായി നമ്മൾ കണ്ടിട്ട്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓക്കെ. അപ്പോൾ ഡേവിഡ് പറയാണ്, നന്നായിരിക്കുന്നു, കുഴപ്പമില്ല, കുറച്ച് ജോലിയൊക്കെ ഉണ്ട്, ആ ജോലിൻ്റെ തിരക്കുണ്ട്. നിനക്ക് ജോലിക്ക് ഭയങ്കര തിരക്കിലാണോ? നീ ജോലി തിരക്കിലാണോ? ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ സംസാരിക്കില്ലേ? അതെ. അത് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. പക്ഷെ പറയുന്ന രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ ആദ്യത്തെ മുതൽ നമ്മൾ പറഞ്ഞു പോകാം. അപ്പോൾ ഒന്നാമത്തെ ഡേവിഡ് പറയുന്നുണ്ട്, ഹായ് ജാക്ക്, കുറേ കാലമായല്ലോ കണ്ടിട്ട്. ഓക്കെ. ഞാൻ ആദ്യം എല്ലാം ഒന്ന് പറഞ്ഞു തരാം കേട്ടോ, നിങ്ങൾ പറയുന്നത് തെറ്റിപ്പോകണ്ട. അതുകൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ. ഹായ് ജാക്ക്, കുറേ കാലമായല്ലോ കണ്ടിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഹായ് ജാക്ക് എന്നുള്ളത് നമുക്ക് പറയാം, ഹേ ജാക്ക്, കുറേ കാലമായല്ലോ കണ്ടിട്ട്. കുറേ കാലമായല്ലോ എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? കുറേ കാലം എന്നുള്ളതിന് ലോങ് ടൈം നോ സീ. സിമ്പിൾ വേയിൽ പറയാൻ ശ്രമിക്കുക.
നിങ്ങൾ ഒരുപാട് ഗ്രാമറിനെ പറ്റി നോക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ആളുകൾ എങ്ങനെയാണ് സംസാരിക്കുക, കൊളോക്കലായിട്ട് ആളുകൾ എങ്ങനെയാണ് സംസാരിക്കുക, ഈ രീതിയിൽ പറഞ്ഞു പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഹേയ് ജാക്ക്, ലോങ് ടൈം നോ സീ. ലോങ് ടൈം നോ സീ എന്ന് പറഞ്ഞാൽ കുറേ കാലമായാലോ കണ്ടിട്ട്. ഇത് അതേപോലെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം കുറേ കാലമായാലോ കണ്ടിട്ട് എന്നുള്ളതിന് ലോങ് ടൈം നോ സീ. ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയാവുന്നതായിരിക്കും, അറിയാത്തവർ അത് നോട്ട് ചെയ്ത് വെക്കുക. ഹേയ് ജാക്ക്, ലോങ് ടൈം നോ സീ ഒന്ന് പറഞ്ഞു വെക്കുക അജയ്. ഹേയ് ജാക്ക്, ലോങ് ടൈം നോ സീ. റൈറ്റ്. ഒന്ന് അഭിനവ് പറഞ്ഞേ. ഹേയ് ജാക്ക്, ലോങ് ടൈം നോ സീ. ഇത്രയും പറഞ്ഞാൽ മതി, കുറേ കാലമായാലോ കണ്ടിട്ട്. അപ്പോൾ നമുക്കിവിടെ നോ എന്താ വന്നത്, ഇവിടെ ഡിഡ് ഇല്ലല്ലോ, ഈസ്റ്റ് ഇല്ലല്ലോ, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഓക്കെ ഓക്കെ സാർ. യെസ്. അടുത്ത ശ്രദ്ധിക്കുക. അതെ ഡേവിഡ്, ഒരുപാട് കാലമായി, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ തിരിച്ചു ചോദിക്കില്ലേ കുറേ കാലം, കുറേ കാലമായി, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ലേ? അതെ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ചെയ്യുമ്പോൾ ഈ ആശയത്തെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, ഒരിക്കലും വാക്കുകളെ അല്ല. നമുക്ക് മലയാളികൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വാക്ക് എടുത്ത് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഞാനത് പറയാൻ കാരണം വെച്ചാൽ മലയാളത്തിൻ്റെ ഈ കുട്ടികൾ, ഇപ്പോൾ ഞാൻ ഈ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് മുമ്പ് എടുത്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ഇപ്പോൾ ഒരു കുട്ടിക്ക് പറയുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോവുകയാണ് നീ വരണ്ട എന്നാണ് ഒരു കുട്ടിക്ക് പറയേണ്ടത്. ഓക്കെ, ഞാൻ പോവുകയാണ് നീ വരണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഞാൻ പോകുന്നുള്ളതിന് ഐ ഗോ എന്നാ കൊച്ചു പറഞ്ഞു. അപ്പോൾ ആ മോക്ക് അറിയില്ല എന്താണ് ഈ വരണ്ട എന്നുള്ളതിന് അറിയില്ല. അപ്പോൾ അത് മലയാളം ഇംഗ്ലീഷ് ആ കൊച്ചിനോട് ഉണ്ട്, എന്തുണ്ടെങ്കിലും നിങ്ങൾ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി നോക്കിയാൽ മതി എന്നാണ്. അപ്പോൾ ഈ മലയാളം ഇംഗ്ലീഷ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് വരണ്ടാന്ന് ടൈപ്പ് ചെയ്തപ്പോൾ കണ്ടൊരു സംഭവമാണ് ഡ്രൈ. ഉണങ്ങി വരണ്ട എന്നുള്ള ഡ്രൈ ഇല്ലേ? അപ്പോൾ ആ മോള് പറയാണ് ഐ ഗോ യു ഡ്രൈ, ഞാൻ പോവാണ് നീ വരണ്ട. ശരിയാവോ? അത് ഇല്ല. ഡിക്ഷണറി പറയാനും കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ പറയാം ഡിക്ഷണറി എങ്ങനെയാണുള്ളത്, വരണ്ട എന്നുള്ളതിന് ഡ്രൈ എന്നാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഞാനിപ്പോൾ ഒരു രസമായിട്ട് ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇതേപോലെയാണ് നമ്മളൊരു വേർഡ് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാതെ കറക്റ്റ് ട്രാൻസ്ലേഷന് വേണ്ടി നമ്മൾ പോകും. അങ്ങനെ പോകരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് ജാക്ക് പറയാണ്, അതേ ഡേവിഡ്, ഒരുപാട് കാലമായി കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് തിരിച്ച് ചോദിക്കുമല്ലോ. ഇവിടെ രണ്ടാമത് ചോദിക്കുന്നത് ഒരു സംഭവമാണ്. ഹേയ് ഡേവിഡ്, ഇറ്റ്സ് ബീൻ ഏജസ്. ഏജ് എന്ന് പറഞ്ഞാൽ പ്രായം, വർഷങ്ങൾ എന്നൊക്കെ അല്ലേ? അതെ. ഇറ്റ് ഹാസ് ബീൻ ഏജസ് എന്നുള്ളതിന്റെ ഷോർട്ടാണ് ഇറ്റ്സ് ബീൻ ഏജസ്. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചോ, ഒന്നും നോക്കണ്ട. ഹേയ് ഡേവിഡ്, ഇറ്റ്സ് ബീൻ ഏജസ്, ഹൗ ആർ യു? കണ്ടോ, ഇറ്റ്സ് ബീൻ ഏജസ് ഒന്ന് പറഞ്ഞു നോക്കിയ അഭിനവ്. ഹേയ് ഡേവിഡ്, ഇറ്റ്സ് ബീൻ ഏജസ്, ഹൗ ആർ യു? യാ, ഓക്കെ. ഞാൻ നമ്മുടെ കൂടെ കേൾക്കുന്ന സുഹൃത്തുക്കൾ ഞാൻ ഓരോന്നും പറയുമ്പോഴും റിപ്പീറ്റ് ചെയ്ത് ഉറക്കെ പറയാം. അപ്പോൾ ഒരാൾ നിങ്ങളോട് പറയണേ ഹേയ് ജാക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കേൾക്കണം ഹേ അഭിനവ്, ലോങ് ടൈം നോ സീ. അപ്പോൾ എന്ത് പറയാം അഭിനവ് ആൻസർ? ഹേയ് ഡേവിഡ്. നിങ്ങൾ രണ്ടാളോട് ഇന്ന് ചെയ്ത് നോക്കിയേ. അജയും അഭിനവും ഈ സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ. അഭിനവ് അജയനോട് ചോദിക്കുക, അജയ് ആൻസർ പറയും. ഹേ അജയ്, ലോങ് ടൈം നോ സീ. ഹേ അഭിനവ്, ഇറ്റ്സ് ബീൻ ഏജസ്, ഹൗ ആർ യു? ഗ്രേറ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടാ, നന്നായി ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ബീൻ ഏജസ്, ഹൗ ആർ യു? ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. അങ്ങനെ പറയുമ്പോഴാണ് ഇതൊക്കെ നിങ്ങൾ പറയുന്ന കേൾക്കാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുക. അല്ലെ നമ്മൾ ഹലോ ഹൗ ആർ യു, ഐ ആം ഗുഡ്, താങ്ക് യു, ഹൗ ആർ യു, ഇങ്ങനെ നമ്മൾ പറഞ്ഞു ആകെ നമ്മൾ ഇതായി പോരുത്. നമ്മൾ പറയുന്നതിന് ഒരു ഫ്ലോ, ഒരു നാച്ചുറാലിറ്റി ഉണ്ടാവണം. ഒരു നാച്ചുറലായിട്ട് നമ്മൾ സംസാരിക്കുന്നത് സ്പോണ്ടേനിയസ് ആയിരിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു. തിരിച്ചും കൂടി ഒന്ന് നിങ്ങൾ പറഞ്ഞേ. അജയ് ചോദിക്കും, അഭിനവ് ആൻസർ പറയൂ. ഓക്കെ സാർ. ഹേ അഭിനവ്, ലോങ് ടൈം നോ സീ. ഹേ അജയ്, ഇറ്റ്സ് ബീൻ ഏജസ്, ഹൗ ആർ യു? ഹു ആർ യു എന്നായി പോയത് ഹൗ ആർ യു. ഹൗ ആർ യു, ഹൗ ആർ യു. ആദ്യം ഹൗ അല്ല ഹൗ ആ, പിന്നെ യു, ഹൗ ആർ യു. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത്, അപ്പോൾ ഒരാൾ നമ്മളോട് ഹലോ ഹൗ യു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും സുഖമായിരിക്കുന്നു, കുറച്ച് ജോലി തിരക്കൊക്കെ ഉണ്ട്. ഇപ്പം നിനക്കോ എന്ന് ചോദിക്കില്ലേ? നമ്മൾ ചോദിക്കില്ലേ ഞാൻ കുറച്ച് ജോലി തിരക്കിലൊക്കെ ആയിരുന്നു, നിനക്ക് നിനക്ക് എന്തൊക്കെയാണ് എന്ന് ചോദിക്കില്ലേ? അതെ. ഈ ഒരു രീതിയാണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞ ആശയമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, വാക്കല്ല എന്ന് പറഞ്ഞത്. അല്ല നിങ്ങൾ പറയുകയാണ് ഇവിടെ നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗുഡ് എന്ന് മാത്രം മതി എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, പല വേർഡും അവിടെ മാറി മാറി ഉപയോഗിക്കാം. പല സംഭവങ്ങളും ഇതിന് പകരം വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ നമ്മുടെ ആശയം ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരാൾ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം സുഖമായിരിക്കുന്നു, കുറച്ച് ജോലി തിരക്കൊക്കെ ആയിപ്പോയി, നിനക്ക് എങ്ങനെയുണ്ട് നമ്മൾ ചോദിക്കില്ല. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് നമ്മൾ പറയുന്ന രീതി ഇതാണ്. ഡേവിഡ് പറയാണ് ഗുഡ്. ഗുഡല്ല, എന്താണ് ഗുഡ്? പറഞ്ഞു നോക്കിയേ അഭിനവ്. ഗുഡ്. ഗുഡ് അല്ല കേട്ടോ, ഗുഡ്, ഗുഡ്. അപ്പോൾ നമ്മൾ പറയുന്നത് കുറച്ച് ജോലി തിരക്കുണ്ട്, അല്ലെ ജോലി തിരക്കിലായിരുന്നു, നിനക്കോന്ന് ചോദിക്കില്ലേ? അതാണ് പറഞ്ഞത് ജസ്റ്റ് ബിസി വിത്ത് വർക്ക്. യു ആണോ? ആൻഡ് യു എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് വേണേൽ ചോദിക്കുകയാണ് ഗുഡ്, ജസ്റ്റ് ബിസി വിത്ത് വർക്ക്.
ആൻഡ് യു അവിടെ വേണമെങ്കിൽ യു എന്ന് വരാം, ഞാൻ ആൻഡ് യു എന്ന് കൂടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കാം. അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് കാണാം. ഓക്കെ, ആൻഡ് യു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഓക്കെ, അപ്പോൾ ഗുഡ്, ജസ്റ്റ് ബിസി വിത്ത് വർക്ക് ആൻഡ് യു. ഓക്കെ Okay. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയത്. Good, just busy with work. And you? ആൻഡ് യു. വെരി ഗുഡ്. ഒന്ന് പറഞ്ഞേ അജയ്. Good, just busy with work. And you? Good, just busy with work. And you? ഒന്നുകൂടി പറഞ്ഞേ അജയ്. Good, just busy with work. And you? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടിച്ചേരണ്ടേ, അല്ലെങ്കിൽ നമുക്കൊന്ന് കൂടിച്ചേരണ്ടേ, അല്ലെങ്കിൽ നമുക്കൊന്ന് കാണണ്ടേ, നമുക്കൊന്ന് ഇരിക്കണ്ടേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കില്ലേ. നമ്മുടെ കൊളോക്കൽ സ്റ്റൈലിൽ പല രീതിയിൽ നമ്മൾ ചോദിക്കില്ലേ. നമ്മളൊരാൾ കാണുമ്പോൾ കുറേ ആളെ കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടണമല്ലോ എന്നൊക്കെ പറയില്ല ആൾക്കാർ. അപ്പോൾ ആ ഒരു സംഭവമാണ് പിന്നെ ചോദിക്കുന്നത്. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്, നമുക്കൊന്ന് കൂടണ്ടേ, എല്ലാവർക്കും കൂടി നമുക്കെല്ലാം ഒന്ന് കൂടിച്ചേരണ്ടേ, ഈ സംഭവമാണ് ഇവിടെ ചോദിക്കുന്നത്. അതാണ് ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളതിനാണ് സെയിം ഹിയർ. സെയിം ഇയർ പറയുമ്പോൾ ഹിയർ എന്നുള്ള ഹായ് ഇല്ല, യാ മാത്രമേ ഉള്ളൂ. സെയിം ഇയർ എന്ത് പറയും? Same year. സെയിം ഇയർ. സെയിം ഇയർ, സെയിം ഇയർ അല്ല കേട്ടോ, സെയിം ഇയർ. ഓക്കെ, എന്ന് പറഞ്ഞു നോക്കിയേ. Same year. റൈറ്റ്. ഓക്കെ, നമുക്കൊന്ന് കൂടി ചേരണ്ടേ എന്നുള്ളത് ചോദിക്കുന്ന രീതി ശ്രദ്ധിച്ചോ. വി ഷുഡ് ക്യാച്ച് അപ്പ്. ഒരുപാട് രീതിയിൽ ചോദിക്കാം. ഒരു ലെറ്റ്സ് ഹാങ് ഔട്ട്, അങ്ങനെ പല രീതിയിൽ ചോദിക്കാം. ഇവിടെ ഇതാണ് വി ഷുഡ് ക്യാച്ച് അപ്പ്. വി ഷുഡ് ക്യാച്ച് അപ്പ്. ഹേ വി ഷുഡ് ക്യാച്ച് അപ്പ്. ഹേ മാൻ വി ഷുഡ് ക്യാച്ച് അപ്പ്. നമുക്കൊന്ന് കൂടണ്ടേ, നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടിച്ചേരണ്ടേ എന്നൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, സെയിം ഇയർ വി ഷുഡ് ക്യാച്ച് അപ്പ്. എങ്ങനെ പറയും? അഭിനവ് പറയൂ. Same year, we should catch up. സെയിം ഇയർ വി ഷുഡ് ക്യാച്ച് അപ്പ്. ഓക്കെ അജയ്. Same year, we should catch up. കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കുക. കേട്ടുന്ന സുഹൃത്തുക്കളൊന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കുക. ഉറക്കെ പറയണം, മനസ്സിൽ പറഞ്ഞാൽ പോരാ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വി ഷുഡ് ക്യാച്ച് അപ്പ്. ഓക്കെ, അപ്പോൾ ഉടനെ നമ്മൾ ചോദിക്കുമല്ലോ എവിടെയൊന്നും കൂടിച്ചേരാന്ന് പറയുമ്പോൾ സമയത്ത് നമ്മളാണെങ്കിൽ പറയും അയ്യോ കൂടിച്ചേരാന്ന് സമയമില്ല, ഭയങ്കര തിരക്കാണ്, ഞാൻ പോകട്ടെ എന്നല്ല. റിയൽ ഫ്രണ്ട്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പറയും അന്ന് നമുക്ക് എവിടെയെങ്കിലും കൂടാലോ എന്ന് പറയില്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ഈ വീക്കെൻഡിൽ നമുക്ക് ഒന്ന് ബീച്ചിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ബീച്ചിൽ പോയാലോ, നമ്മൾ മലയാളത്തിൽ പറയില്ലേ ഈ വീക്കെൻഡിൽ വീക്കെൻഡില്ലേ നമ്മൾ സാറ്റർഡേ സൺഡേ ഒക്കെ ഈ വീക്കെൻഡിൽ നമ്മളൊന്ന് ബീച്ചിൽ പോയാലോ, എന്ത് തോന്നുന്നു, എന്താ അഭിപ്രായം? ഇതാണ് ഇവിടുത്തെ ഡിലോഗ്. ഓക്കെ, മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ ഇംഗ്ലീഷിൻ്റെ അതേപോലെ തന്നെ ആകണമെന്നില്ല, ഏകദേശമായിട്ടുള്ള ഡിലോഗാണ് ഞാനിവിടെ മലയാളത്തിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ അങ്ങനെ തന്നെ നമുക്കൊന്ന് കൂടിച്ചേരേണ്ടെന്ന് ചോദിക്കുമ്പോൾ അടുത്താണ് ഈ വീക്കെൻഡ് അവസാനം ബീച്ചിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ വീക്ക് അവസാനം ബീച്ചിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും. വീക്കെൻഡ് അവസാനം എന്ന് പറയില്ല, വീക്കെൻഡിൻ്റെ അവസാനമാണ്. ഈ വീക്ക് അവസാനം ബീച്ചിൽ പോയാൽ എങ്ങനെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെ പറയും? അതാണ് ഹൗ അബൌട്ട് ദ ബീച്ച്. ഹൗ അബൌട്ട് ദ ബീച്ച്. ബീച്ചിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഹൗ അബൌട്ട് ദ ബീച്ച് ദിസ് വീക്കെൻഡ്. ഈ വീക്കെൻഡിൽ അപ്പോൾ ഹൗ അബൌട്ട് ദ ബീച്ച് ദിസ് വീക്കെൻഡ്. അപ്പോൾ നമ്മൾ ഈ കൂടിച്ചേരുക എന്നുള്ള സംഭവം എന്തെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ ഡയലോഗ്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് പറയുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പറയാവുന്നതല്ല. അതിൻ്റെ ആൻസർ പറയുമ്പോൾ വി ഷുഡ് ക്യാച്ച് അപ്പ് എന്ന് പറയുന്നത് ഹൗ അബൌട്ട് ദ ബീച്ച് ദിസ് വീക്കെൻഡ്. നമ്മൾ മലയാളത്തിൽ ചോദിക്കാൻ നോക്കുക, നിങ്ങളോട് ചോദിക്കാണ് എടാ ഒരുപാടായാലും കണ്ടിട്ട് ഒന്ന് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണ്ടേ, അല്ലെങ്കിൽ ഒന്ന് എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരിക്കണ്ടേ, ഒന്ന് കൂടണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയില്ല ബീച്ചിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും, ഈ ആഴ്ച ബീച്ചിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ശനിയാഴ്ച ബീച്ചിൽ പോയാലോ. ഇങ്ങനെ ചെറിയ സെൻറ്റൻസിലൂടെ പറയും നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഹൗ അബൌട്ട് ദ ബീച്ച്. ഹൗ അബൌട്ട് ദ ബീച്ച് ദിസ് വീക്കെൻഡ് എന്ന് പറഞ്ഞു നോക്കി അജയ്. How about the beach this weekend? How about എന്ന് ഒരുമിച്ചാൽ മതി. How about the beach. How about the beach this weekend. How about the beach this weekend എന്നൊരു പറഞ്ഞേ. How about the beach this weekend? വെരി ഗുഡ്, വെരി ഗുഡ്. ബീച്ച്. അജയ് സോറി അഭിനവ് എന്ന് പറഞ്ഞേ. How about the beach this weekend? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ അതിന് ആൻസർ പറഞ്ഞു നോക്കാം. അത് കൊള്ളാം. ഏതാ ബീച്ച്? നമ്മൾ ഒരു നാച്ചുറലി നമുക്ക് തോന്നൂലേ. അപ്പോൾ നമ്മൾ പാടല്ല പെർഫെക്റ്റ്. അതാണ് നമ്മൾ അത് കൊള്ളാം എന്ന് പറയുന്നതിൻ്റെ ഇവിടെ വേറൊരു വേർഡ് വന്നതാ പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് എങ്ങനെ പറയും? പെർഫെക്റ്റ് എന്ന് പറയും. പിന്നെ ഉടനെ നമ്മൾ പറയുന്നത് സ്വാഭാവികമായിട്ടും സൗണ്ട് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അത് കൊള്ളാം, അത് സൂപ്പറാണെന്നുള്ള അർത്ഥത്തിലാണ്. സൗണ്ട്സ് പെർഫെക്റ്റ്. ദാറ്റ് സൗണ്ട്സ് ഗുഡ്. സൗണ്ട്സ് ഗുഡ് എന്ന് പറഞ്ഞാൽ അത് നല്ലതാണെന്ന് അർത്ഥം. ഇറ്റ് സൗണ്ട്സ് ബെറ്റർ. ഓക്കെ, ഇറ്റ്സ് ഹി ഹാസ് സൗണ്ട് നോളജ് എന്ന് പറഞ്ഞാൽ നല്ല ഡെപ്തിലുള്ള നോളജ് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതാണ് ഇവിടെ സൗണ്ട്സ് പെർഫെക്റ്റ്. ദാറ്റ് സൗണ്ട്സ് പെർഫെക്റ്റ്. അത് കൊള്ളാം. എങ്ങനെ പറയും? Sounds perfect. എങ്ങനെ പറയാ ജയ്? Sounds perfect. ഓക്കെ, ഏതാണ് ബീച്ച് എന്നുള്ളതിന് വിച്ച് എന്നാണ് വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡുകൾ ഒരുപാടുണ്ട്. വിച്ച്, വാട്ട്, വെൻ, ഹൗ ഫാർ, ഹൗ ലോങ്. ഇതൊക്കെ തന്നെ നമ്മുടെ പെയ്ഡ് കോഴ്സസിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ട്രെയിനിങ്
ഇംഗ്ലീഷിൽ തീരെ ഐഡിയ ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഏറ്റവും ബേസിക് മുതലുള്ള പ്രാക്ടീസ് സെക്ഷനിൽ അടങ്ങിയിട്ടുള്ള ഒരു പുതിയ വീഡിയോ ട്രെയിനിങ് പ്രോഗ്രാം കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിവരമൊക്കെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും. താഴത്തെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഏതാണ് ബീച്ച് എന്നാണ്. ഏതെന്നുള്ളതിന് അർത്ഥം ഏത് ബീച്ചാണ് നമ്മൾ പെട്ടെന്ന് ചോദിക്കില്ലേ, അത് കൊള്ളാം, നല്ല ഐഡിയ കേട്ടോ, ഏതാ ബീച്ച്, ഏത് ബീച്ചിലാണ് പോവുക നമ്മൾ ചോദിക്കില്ലേ മലയാളത്തിൽ. അതിനാണ് വിച്ച് ബീച്ച്. സൗണ്ട്സ് പെർഫെക്റ്റ്. ദാറ്റ് സൗണ്ട്സ് പെർഫെക്റ്റ്. വിച്ച് ബീച്ച് എന്ന് ചോദിക്കും. sounds perfect. Which beach? അജയ് എന്ന് പറഞ്ഞേ. It sounds perfect. Which beach? വെരി ഗുഡ്. ഓക്കെ, കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിൽ നിന്നിട്ട് സാധനമൊക്കെ ആഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒന്ന് നമ്മൾ സാധനം ആഡ് ചെയ്തു, നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അതേപോലെ അതിന് പറ്റുന്ന സംഭവം ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സ്വാഭാവികമായിട്ടും ഒരു ബീച്ചിൻ്റെ പേര് നമ്മൾ പറയാം. നമുക്ക് പിന്നെ പറയാം കോവളം ബീച്ച് അല്ലേ. കോവളം ബീച്ച് ആയാലോ എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? അപ്പോൾ അതിനുള്ളൊരു സംഭവമാണ് what do you think about കോവളം ബീച്ച്. വാട്ട് ഡു യു തിങ്ക് എബൌട്ട് കോവളം ബീച്ചിനെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം എന്താ? എങ്ങനെയുണ്ട്? അതായാലോ കോവളം ബീച്ച് ആയാലോ എന്ത് തോന്നുന്നു? അതാണ് വാട്ട് ഡു യു തിങ്ക് എന്നുള്ളതിൻ്റെ ഷോർട്ട് വാട്ട് ഡു യു എന്നുള്ള what do you think about കോവളം. What do you think about കോവളം? പറഞ്ഞു നോക്കിയേ. What do you think about കോവളം beach? ഓക്കെ, what do you think about കോവളം ബീച്ച്? പറഞ്ഞു നോക്കിയാൽ അജയ് ഒന്നുകൂടെ. What do you think about കോവളം beach? What do you think about കോവളം ബീച്ച്? അജയ് അഭിനവ് എന്ന് പറഞ്ഞേ. What do you think about കോവളം beach? വെരി ഗുഡ്. ഓക്കെ, what do you think about കോവളം ബീച്ച്? റൈറ്റ്. അപ്പോൾ നമ്മൾ കോവളം ബീച്ച് ആയാലും എങ്ങനെ ഉണ്ട് അവിടെ? കൊള്ളാവത് അവിടെ അങ്ങനെ ഒരു അഭിപ്രായമായിരിക്കും നമ്മൾ മലയാളത്തിൽ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറയാം. നിങ്ങൾ എങ്ങനെയാണോ നാച്ചുറലായിട്ട് പറയുന്നത് അതിൻ്റെ വേറൊരു സ്റ്റൈലിലൂടെ പിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് നല്ല ഐഡിയ. എപ്പോഴാണ് നമ്മൾ കാണുക? അതൊക്കെ കൊള്ളാം, അടിപൊളി ഐഡിയ കേട്ടോ, നമുക്ക് എപ്പോഴും കാണുക. ഇങ്ങനെ പറയുന്ന സമയത്ത് ദാറ്റ്സ് ഗ്രേറ്റ് ഐഡിയ, വെൻ ഷുഡ് വി മീറ്റ്? ദാറ്റ്സ് ഗ്രേറ്റ് ഐഡിയ, വെൻ ഷുഡ് വി മീറ്റ്? കേട്ടോ, ഗ്രേറ്റ് ഐഡിയ, വെൻ ഷുഡ് വി മീറ്റ്? പറഞ്ഞു നോക്കിയാൽ ജയ്. It's a great idea. When should we meet? വെരി ഗുഡ്. കൊള്ളാം. അഭിനവ് പറഞ്ഞേ. It's a great idea. When should we meet? It's a great idea. When should we meet? ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. നിങ്ങളോട് പറയാണ്, അല്ല നമുക്ക് ആ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാലോ? ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. ഓക്കെ, അപ്പോൾ വെൻ ഷുഡ് വി ഹാവ്, അല്ലെ വെൻ ഷുഡ് വി ഈറ്റ്? എപ്പോഴാണ് നമ്മൾ കഴിക്കുന്നത്? എപ്പോഴാണ് കഴിക്കാൻ പോകുന്നത്? അല്ലെ വെൻ ഷുഡ് വി ഗോ? എപ്പോഴാണ് നമ്മൾ പോകുന്നത്? ഒക്കെ ചോദിക്കാൻ പറ്റും. ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. നിങ്ങളോട് എന്തെങ്കിലും ഒരാൾ ഒരാശയത്തെപ്പറ്റി പറയുകയാണെങ്കിൽ സമയത്ത് നിങ്ങൾക്ക് ഉടനെ പറയാൻ പറ്റും ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. ഓക്കെ, യെസ്. ഇനി അടുത്തത് സ്വാഭാവികമായിട്ടും കോവളം ബീച്ചാണെന്ന് നമ്മൾ പറഞ്ഞു, നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞു. എപ്പോഴാണ് നമ്മൾ കാണുക എന്നുള്ളതിന് പറഞ്ഞു. എപ്പോൾ എന്നുള്ളതിന് വെൻ പറഞ്ഞു. ഷുഡ് വി മീറ്റ്, ഷുഡ്, ഷാല്, വുഡ്, കുഡ്, ഈ സംഭവം ഇങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ വിശദമായി തന്നെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിന് വരുന്നുണ്ട്. ഇപ്പം ഞാൻ കോമൺ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഓക്കെ, ഗ്രേറ്റ് ഐഡിയ, വെൻ ഷുഡ് വി മീറ്റ്? ഓക്കെ, എപ്പോഴാണ് നമ്മൾ കാണുക? വെൻ ഷുഡ് വി മീറ്റ്? ഇത് നിങ്ങൾക്ക് വേറെ ആളോട് ചോദിക്കാം. ഉദാഹരണമായിട്ട് അജയ് അഭിനവിനെ ഒരു ദിവസം കാണുന്ന സമയത്ത് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യുക? അപ്പോൾ എങ്ങനെ ചോദിക്കും? എപ്പോഴാണ് ഞാനിത് ഇന്ന സ്ഥലത്ത് ലൈബ്രറിയിൽ വരാം, നമുക്ക് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ ചോദിക്കുക അഭിനവേ? എപ്പോൾ കാണാമെന്ന്? വെൻ ഷുഡ് വി മീറ്റ്? വെൻ ഷുഡ് വി മീറ്റ്? അജയ് പറയാണ് അത് കൊള്ളാം. അജയ് എന്ന് പറഞ്ഞു നോക്കിയാൽ അഭിനവ് പറയാണ് നമുക്ക് ഇംഗ്ലീഷ് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് കേട്ടോ, ഇംഗ്ലീഷ് അതായി നന്നായിരിക്കും, ഞാനിന്ന് ലൈബ്രറിയിൽ വരാം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വരാം. അപ്പോൾ പറയണം അത് കൊള്ളാം, നല്ല ഐഡിയ കേട്ടോ, എപ്പോഴാണ് നമ്മൾ കാണുക? ചോദിച്ചേ അജയ്. ഗ്രേറ്റ് ഐഡിയ, വെൻ ഷുഡ് വി മീറ്റ്? കറക്റ്റ്. ഇങ്ങനെ നിരവധി അവസരങ്ങളിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ ടൂർ പോകാൻ വേണ്ടി പറയുകയാണ്, അത് കൊള്ളാം, നല്ല ഐഡിയ ആണ്. അല്ലെങ്കിൽ നമുക്കൊരു മീറ്റിംഗ് വെച്ചാലോ, കൊള്ളാം, നല്ല ഐഡിയ ആണ്. വെൻ ഷുഡ് വി മീറ്റ്? എപ്പോഴാണ് നമ്മൾ കാണുക? യെസ്, അതാണ് സംഭവം കേട്ടോ. ഇത് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ പല സമയങ്ങളിലും അതേപോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ സെൻറ്റൻസുകളാണ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു പോകുക. ഓക്കെ, അതിരാവിലെ ആയാലോ, ഒരു പക്ഷേ രാവിലെ 6 മണിക്ക്, അതിരാവിലെ ആയാലോ, അപ്പോൾ എന്ത് പറയും? അതിരാവിലെ എന്നുള്ളതിന് നമുക്കറിയാം, സ്വാഭാവികമായിട്ടും അറിയാം. അതിരാവിലെ എന്നുള്ളതിന് എന്ത് പറയും? ഏർലി മോർണിംഗ്. റൈറ്റ്. ഓക്കെ, അപ്പോൾ അതിരാവിലെ ആയാലോ, അത് അങ്ങനെയുണ്ട്, നമുക്ക് രാവിലെ ആക്കിയാലോ, അങ്ങനെയല്ലേ നമ്മൾ മലയാളം സംസാരിക്കുക? അല്ല, നമുക്ക് രാവിലെ ആക്കിയാലോ പ്രോഗ്രാം? അപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് പറയുന്ന സമയത്ത് ഹൗ അബൌട്ട് ഏർലി, കുറച്ച് നേരത്തെ ആക്കിയാലോ? ഹൗ അബൌട്ട് ഏർലി? ഹൗ അബൌട്ട് ഏർലി എന്ന് പറയും അഭിനവ്. ഹൗ അബൌട്ട് ഏർലി? 6 മണിക്കായാലോ എന്നുള്ളതിന് maybe 6 AM, maybe 6 AM, maybe ആണോ, maybe എന്നുള്ളതാണ് ഇവിടെ. 6 മണിക്കായാലോ, ആ ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, maybe.
പക്ഷെ നമുക്ക് 6 മണിക്ക് ആക്കിയാലോ, രാവിലെ 6 മണിക്ക്. ആ ഒരു സംഭവമാണ് maybe 6 AM. അപ്പോൾ ഒരുമിച്ച് എങ്ങനെയെന്ന് പറഞ്ഞ് അജയ് എന്ന് പറഞ്ഞ്. How about early? Maybe 6 AM? Good. How about early? Maybe 6 AM. Okay. How about early? Maybe 6 AM. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയണം, അത് നന്നായിരിക്കും കേട്ടോ, ആ സമയത്ത് നല്ല തണുപ്പൊക്കെ ആയിരിക്കും, നല്ല കാലാവസ്ഥയൊക്കെ ആയിരിക്കും, രാവിലെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ, പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുള്ള സമയമൊക്കെയാണ്, അത് നന്നായിരിക്കും, ആ സമയത്ത് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അത് നന്നായിരിക്കും എന്നുള്ളതിന് ഇവിടെ ഒരു സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് നാച്ചുറലായിട്ട് പലപ്പോഴും പറയുക. ദാറ്റ്സ് ഗുഡ് എന്ന് പറയുന്നേക്കാൾ നല്ലതാണ്, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയ ഒരു വേർഡാണ് ദാറ്റ് വർക്ക്സ്. നമ്മളൊരു ഒരു ആശയം പറഞ്ഞു, അത് കൊള്ളാം, അടിപൊളിയാട്ടോ, അത് വർക്ക് ചെയ്യും, ആ സംഭവമാണ് ദാറ്റ് വർക്ക്സ്. എങ്ങനെ പറയും? That works. അത് കൊള്ളാട്ടോ, that works. It's cooler than. നല്ല തണുപ്പുള്ള സമയം. It's cooler than. ആ സമയം നല്ല തണുപ്പുള്ളതായിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചു വന്ന, മുമ്പ് പഠിച്ചു വന്ന ഒരു രീതിയിലുമല്ല ഇത് പോകുന്നത്, വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും വിദേശികളായ നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് നമ്മൾ കുറേ ഇംഗ്ലീഷൊക്കെ ഗ്രാമറൊക്കെ ഇങ്ങനെ അരച്ച് കലക്കി കുടിച്ച് പഠിച്ചിട്ട് നമ്മൾ ഈ ഫോറിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ആയിട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മൊത്തം ഗ്യാസ് അങ്ങ് പോകും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരിങ്ങോട്ട് പറയുന്ന ഐഡിയ എന്താണെന്ന് ഇങ്ങോട്ട് മനസ്സിലാവില്ല. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള കോൺവെർസേഷൻസുകൾ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ്. അതിന് വേണ്ടിയാണ് ഇതുപോലുള്ള കോൺവെർസേഷൻ ഞാൻ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്ന 2 കാര്യമാണ്. ഒന്നിതാണ് ദാറ്റ് വർക്ക്സ്, ഇറ്റ്സ് കൂളർ ദെൻ. അത് കൊള്ളാട്ടോ, അത് ഐഡിയ ചെയ്യും. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്, അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുകയാണ്, അല്ല അത് നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്താലോ, അപ്പോൾ നമുക്ക് ആ ഐഡിയ ഇഷ്ടപ്പെട്ടു, അപ്പോൾ നമുക്ക് എന്ത് പറയും? ദാറ്റ് വർക്ക്സ്. അത് കൊള്ളാട്ടോ, അത് സംഭവം നടക്കും, ആ സംഭവമാണ് ദാറ്റ് വർക്ക്സ്, ഇറ്റ്സ് കൂളർ ദെൻ. അത് ഇവിടെ കൂളർ ദെൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ തണുപ്പുള്ള സമയമാണല്ലോ എന്നുള്ള അർത്ഥത്തിലാണ്. ആ സമയം എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള സമയമാണല്ലോ എന്നാണ്. ഓക്കെ, അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു, നല്ല ഐഡിയ എന്ന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ആ സമയത്ത് നല്ല തണുപ്പാന്ന് പറയുമ്പോൾ കൊള്ളാം, അത് നല്ല രസമായിരിക്കും അല്ലേ? അത് കൊള്ളാം, അത് നല്ല രസമായിരിക്കും. അപ്പോൾ അടുത്തയാൾ ആൻസർ പറയുമല്ലോ, നമ്മുടെ ഐഡിയ ഇഷ്ടപ്പെട്ടു, അത് കൊള്ളാം, നല്ല രസമായിരിക്കും. അപ്പോൾ കൊള്ളാം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം പെർഫെക്റ്റ്. കൊള്ളാം, നല്ല എല്ലാം കൊണ്ടും കൊള്ളാട്ടോ, അത് പെർഫെക്റ്റ്. It's gonna be fun. It's going to be fun. It is going to be fun എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് it's gonna be fun. It's gonna be fun. എന്ത് പറയും? It's gonna be fun. Gonna ഇങ്ങനെയൊക്കെ സംഭവം, going to be, want to be, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിലിപ്പോൾ ഇത് മാത്രം നമ്മൾ it is going എന്നുള്ളതിൻ്റെ ഷോർട്ട് നിങ്ങളോട് ചെയ്യുക. It's gonna be fun. It's gonna be fun. എന്ന് പറയും? It's gonna be fun. ഓക്കെ, ഒന്ന് അഭിനവ് എന്ന് പറഞ്ഞേ. It's gonna be fun. Perfect. It's gonna be fun. പറഞ്ഞു നോക്കൂ. Perfect. It's gonna be fun. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ തീരുമാനിക്കണം എന്താ ചെയ്യുന്നത്. ഭയങ്കര ബോറിംഗ് ആണല്ലോ, നമുക്കൊരു ഹെഡ് ഔട്ട് ചെയ്താലോ. ഹെഡ് ഔട്ട് എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഹെഡ് ഔട്ട് പുറത്തു പോകാൻ, തല പുറത്തിടാന്നാണോ? പുറത്തു പോകാൻ. ഈ ബസ്സിലാണെങ്കിൽ തല പുറത്തെടുത്ത പ്രശ്നം. ഹെഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അത് ബസ് എന്നല്ലേ, അങ്ങനെ ചിന്തിക്കണ്ട. ഹെഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹാങ് ഔട്ട്, നമ്മൾ പുറത്ത് പോകുന്നതിനാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാവരും കൂടെ ചേർന്ന് പുറത്തേക്ക് പോകുന്നതാണ്. ഐ ജസ്റ്റ് ഹെഡ് ഔട്ട് ലാസ്റ്റ് ഈവനിങ്. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ അത് പുറത്ത് പോയി നടത്താം. ഐ ജസ്റ്റ് ഹെഡ് ഔട്ട്. ഹെഡഡ്. ഓക്കെ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ പലപ്പോഴും ആളുകൾ സംസാരിക്കുക. ഇതൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകേണ്ട, ദൈവം ഇതെന്ത് ഈ ഹെഡഡ് ഔട്ട് എന്നൊക്കെ പറയുന്നത് എന്നൊന്നും ചിന്തിക്കേണ്ട. ഇതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരുപാട് കോൺവെർസേഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നോക്കാം, പെർഫെക്റ്റ്, ഇറ്റ്സ് ഗോണ ബി ഫൺ. ഈ ഗോണ ബി ഫൺ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഗോയിങ് ടു എന്നുള്ളതിൻ്റെ ഇതിൻ്റെ ഷോർട്ടാണെന്ത്? ഗോണ ബി ഫൺ. ഇറ്റ്സ് ഗോണ ബി ഫൺ. പറഞ്ഞു നോക്കിയേ അഭിനവ്. പെർഫെക്റ്റ്, ഇറ്റ്സ് ഗോണ ബി ഫൺ. വെരി ഗുഡ്. പെർഫെക്റ്റ്, ഇറ്റ്സ് ഗോണ ബി ഫൺ. അജയ് പറയൂ. പെർഫെക്റ്റ്, ഇറ്റ്സ് ഗോണ ബി ഫൺ. ഓക്കെ, കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ട് സെറ്റായി, കാര്യങ്ങളൊക്കെ തീരുമാനം എടുത്തു. നല്ല രസമായിരിക്കുന്നു പറഞ്ഞു. ഇറ്റ്സ് ഗോണ ബി ഫൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പറയാണ്, അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് സാറ്റർഡേ തന്നെ കാണാം കേട്ടോ. നമ്മൾ പറയില്ല, അപ്പോൾ സാറ്റർഡേ തന്നെ കാണാൻ മറക്കല്ലേ. അപ്പോൾ സാറ്റർഡേ തന്നെ കാണാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഉള്ള ആ ഒരു ക്യൂരിയോസിറ്റി അതിനെയൊക്കെ കാണിക്കാൻ പറ്റിയാണ്. നമുക്ക് അധികം കാത്തിരിക്കാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് ആയാൽ മതി ആ ദിവസം എന്നുള്ള മനസ്സിലുണ്ടാവുന്ന നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കാൺ വെയിറ്റ്, സീ യു സാറ്റർഡേ, കാൺ വെയിറ്റ്. ഇപ്പോൾ നിങ്ങൾ പറയാണ്, എടാ ഞാൻ ഇന്നലെ ഇന്ന സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് കുറേ ഫോട്ടോ എടുത്ത് എൻ്റെ മോനെ അടിപൊളി ഫോട്ടോ ആണ്.
എൻ്റെ മോനെ എന്ന് പറഞ്ഞാൽ ആവേശം സിനിമയിലെ ഡയലോഗാണ്. എൻ്റെ അതുപോലെ അടിപൊളി ഫോട്ടോ ആണ്. അപ്പോൾ ആ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയില്ലോ, ആ അത് ശരി, ഒന്ന് കണ്ണിന്ന് കാണിച്ചെന്നാലേ പെട്ടെന്ന് കാണിച്ചേ. അല്ലെ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നൊരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എടുത്താൽ നിങ്ങൾ ആ ഫോട്ടോ കിട്ടി ആദ്യം നോക്കുന്ന ആരുടെ ഫോട്ടോയിലേക്ക്? നിങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താൽ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യമേക്ക് നോക്കുന്നത്? ഏത് ഫോട്ടോയ്ക്ക് ആദ്യം നോക്കുന്നത്? നമ്മളെ ഫോട്ടോ തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ അത് കാണാനൊരു എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ടാവും. കാരണം നമ്മളതിനകത്തുണ്ട്, അത് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇവിടെ പറയാം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പറയാൻ പറ്റിയ സെൻറ്റൻസാണ് കാൺ വെയിറ്റ്. എനിക്ക് പെട്ടെന്ന് കാണിക്കണം, ആ ധൃതി പറയുന്നതാണ് കാൺ വെയിറ്റ്. അത് ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. ചില സമയത്ത് നമുക്ക് വെറുതെ ഒരു സോപ്പിടലായിട്ടും ഇത് പറയാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരാൾ പറയും, എടാ ഞാനുണ്ടല്ലോ ഒരു എന്താ പറയുക, ഒരു വീട്ടിലൊരു പുതിയ TV വാങ്ങി, നല്ല അടിപൊളി കേട്ടോ, നീ നോക്കി. ആണോ? കാൺ വെയിറ്റ്. അല്ല എനിക്കൊരു പാഴ്സൽ വന്നിട്ട്, എന്താ പോലെ, പ്ലീസ് ഓപ്പൺ, കാൺ വെയിറ്റ്. ഓക്കെ, അപ്പോൾ എന്താ പറയും? കനോട്ട് വെയിറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് കാൺ വെയിറ്റ്. അധികം വേണ്ട, കാൺ വെയിറ്റ്. കാൺ വെയിറ്റ്. അപ്പോൾ വീണ്ടും നമുക്ക് സാറ്റർഡേ കാണാം, കാൺ വെയിറ്റ്, സീ യു സാറ്റർഡേ. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് ഇവിടെ നമുക്കൊരാൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാനാണ് കാൺ വെയിറ്റ്, സീ യു സാറ്റർഡേ എന്ന് പറയുന്നത്. അഭിനവ് പറയൂ. കാൺ വെയിറ്റ്, സീ യു സാറ്റർഡേ. ഓക്കെ, അജയ് പറയൂ. കാൺ വെയിറ്റ്, സീ യു സാറ്റർഡേ. കാൺ വെയിറ്റ്, സീ യു സാറ്റർഡേ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടുന്ന് കാണാം. നമുക്ക് അടിച്ച് പൊളിക്കാം. നമ്മൾ പറയില്ലേ, നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ പറയില്ലേ, നമുക്ക് അടിച്ച് പൊളിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമുക്ക് അവിടുന്ന് കാണാം കേട്ടോ, അടിച്ച് പൊളിക്കാം നമുക്ക്. അങ്ങനെ അടിച്ച് പൊളി എന്നുള്ളൊരു വേർഡ്, റോക്കിംഗ് എന്നൊരു വേർഡുണ്ട്. ഇവിടെ വളരെ രസകരമായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് മനസ്സിലാക്കി വെച്ചോ. ജാക്ക്, ഇറ്റ് വിൽ ബി എ ബ്ലാസ്റ്റ്. എന്താ ഇവിടെ നമ്മളൊരു ബോംബ് സ്ഫോടനം നടത്തുന്നതാണോ ബ്ലാസ്റ്റ് എന്ന് ഉദ്ദേശിച്ച്? അങ്ങനെയാണോ അഭിനവേ? അല്ല അല്ലേ? ഇവിടുത്തെ ബ്ലാസ്റ്റ് എന്നുള്ളത് നമ്മൾ അടിച്ച് പൊളിക്കുക എന്നുള്ള സംഭവമാണ്. ഓക്കെ, അത് നമ്മൾ ഫ്രണ്ട്സൊക്കെ സംസാരിക്കുന്ന സമയത്ത് കൂടെ എല്ലാം പറഞ്ഞിട്ട് നമുക്ക് അടിപൊളിയാക്കണം. നമുക്ക് തീർച്ചയായിട്ടും അടിപൊളിയാക്കാം അഭിനവേ, അല്ലെ അജയ്, നമുക്ക് അടിപൊളിയാക്കണം കേട്ടോ. ആ ഒരു മൈൻഡ് സെറ്റ് പറയുന്നതാണ് സീ യു ദേർ ജാക്ക്, ഇറ്റ് വിൽ ബി എ ബ്ലാസ്റ്റ്. അതൊരു സംഭവമായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെയുള്ള സംഭവം, ആ ഫീലിങ്സ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന നമ്മൾ ഈ സംസാരിച്ചതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു. ഇതിലൊക്കെ ആ ഫീലിങ്സിന് പറ്റിയ ആശയങ്ങളാണ്. ഒരിക്കലും എന്തല്ല, വാക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ വാക്കുകളുടെ മീനിങ് ഒക്കെ വേറെ ആയിരിക്കും. ശരിയാണോ? ശ്രദ്ധിച്ചോ നിങ്ങളത്? ഇപ്പോൾ ഇവിടെ നോക്കി, ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് തന്നെ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഫോടനം എന്നാണ് ഇവിടെ അർത്ഥം. അല്ല, ജാക്ക്, ഇറ്റ് വിൽ ബി എ ബ്ലാസ്റ്റ്. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കിയ ലാസ്റ്റ് സെന്റൻസ് അജയ്. See you there, Jack, it will be a blast. See there, Jack, it will be a blast. It will be എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയി കേട്ടോ. It will be എന്നുള്ളതിൻ്റെ ഷോർട്ട്. It will be a blast. Jack, it will be a blast. See you there. പറഞ്ഞു നോക്കുക അജയ് ഒന്നുകൂടെ. Jack, it will be a blast. See you there. ഓക്കെ, ഒന്ന് അഭിനവ് പറഞ്ഞു നോക്കിയേ. See you there, Jack, it will be a blast. It will be a blast. It will be a blast. It will be എന്ന് പറഞ്ഞു നോക്കിയ അജയ്. It will be a blast. It will be a blast. It will be a blast. നമ്മൾ ആ പറയുന്നതിന് ഫീൽ എപ്പോഴും കൊടുത്തുകൊണ്ട് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. അടിപൊളിയായിരിക്കും പറയുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് ഇപ്പോൾ ഇതിൻ്റെ ഒരു ആശയം കിട്ടിയല്ലോ. നിങ്ങളിത് ഈ സെൻറ്റൻസ് എല്ലാം കണ്ടിട്ട് പല സെൻറ്റൻസും ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണല്ലോ എന്നൊരു കൺഫ്യൂഷനൊന്നും വേണ്ട. ഇത് ഉപയോഗിച്ച് ഞാൻ ഓരോ സെൻറ്റൻസിൽ ആദ്യം നിങ്ങൾ രണ്ടാളും പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം നമുക്കിപ്പോൾ നോക്കാം. അതിനുശേഷം പ്രാക്ടീസിൽ ആദ്യം നിങ്ങൾ രണ്ടാളും പരസ്പരം പറയുക ഓരോ ക്യാരക്ടറിനെ എടുത്ത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഈ വീഡിയോയിൽ തന്നെ ഇതിൻ്റെ വോയിസും കൂടി ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാം, നമ്മുടെ ഓഡിയൻസിന് കേട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിനുശേഷം ആൻസർ പറയുന്ന രീതിയിലും സംഭവം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക, കേൾക്കുക അങ്ങനെ പറയാം. കാണുക കേൾക്കുക എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ ഓൺ ചെയ്തിടുക, പറയുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മുൻ വീഡിയോകൾ നിങ്ങളിപ്പോൾ കാണുന്നില്ലെങ്കിൽ പലതും മറന്നു പോയിട്ടുണ്ടാകും, റിപ്പീറ്റ് ചെയ്ത് കാണാം. 1 വീക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കുക. ഒരുപാട് വീഡിയോകൾ ചെയ്തിടുകയെല്ലാം ചെയ്യുന്നത്, ഞാൻ കുറച്ച് വീഡിയോകൾ ചെയ്യുന്നുള്ളൂ. ആ ചെയ്യുന്ന വീഡിയോകൾ കാരണം അത് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വലിയ മാറ്റം വരും. ഇപ്പം നമ്മുടെ 15 ദിവസമായ പുതിയ ഗ്രൂപ്പിലേക്കുള്ള ക്ലാസ്സുകൾ നടക്കുന്നത് ഞാൻ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ സംസാരിക്കുന്നതിൻ്റെ വോയിസ് ഇട്ടിട്ടുണ്ട്. തീരെ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരൊക്കെ 15 ദിവസം കഴിയുമ്പോൾ അതിമനോഹരമായ ഉച്ചാരണത്തോടുകൂടി പറയുന്നത് കാണാം. എന്നാൽ ചില ആൾക്കാർ ക്ലാസ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, ഫുൾ ബിസിയാണ്. ഞാൻ അങ്ങനെ ബിസിയാണ്, ഇങ്ങനെ ബിസിയാണ് കേട്ടോ. ഇങ്ങനെ ബിസി ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നുണ്ടല്ലോ നിങ്ങളോട്, ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു സമയമൊന്നും മാറ്റി വെക്കണ്ട. നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ വെറുതെ ഓൺ ചെയ്തിട്ട് കേൾക്കുന്നതിനൊക്കെ തിരിച്ചു പറ, അല്ലാത്ത പോട്ടെ.
വീഡിയോ വേണമെങ്കിൽ യൂട്യൂബിൽ റിപ്പീറ്റിൽ ഇട്ടാൽ മതി, വീണ്ടും വന്നോളും. ഓക്കെ, അപ്പോൾ കേൾക്കുന്ന ആൾ ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ വീട്ടിലുള്ള മറ്റാൾക്കാർ സംസാരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോവാം. അപ്പോൾ ഇത് 2 ക്യാരക്ടേഴ്സിൽ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ ഓരോരുത്തരായിട്ട് എടുക്കാം. ആർക്കാണ് ഡേവിഡ് വേണ്ടത്? അജയ് ആണോ അഭിനവ് ആണോ? അജയ് ഡേവിഡ് എടുക്കാം അല്ലേ? ഓക്കെ, അഭിനവ് ജാക്ക്. ഓക്കെ ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും കൂടെയാണ് സംസാരിക്കുന്നത്. മലയാളം നോക്കട്ടെ. മലയാളം നോക്കിയിട്ട് ഇംഗ്ലീഷ് പറയാം. ഇംഗ്ലീഷ് മാത്രം മതി കേട്ടോ. Hey Jack, long time no see. Hey David, it's been ages. How are you? Good, just busy with work. You? Same here. We should catch up. എക്സ്ക്യൂസ് മീ, അവിടെ നമുക്ക് ആൻഡ് യു എന്ന് വേണേൽ ആഡ് ചെയ്യാം കേട്ടോ. ഡേവിഡ് പറയുന്നില്ല, യാ ഗുഡ്, ജസ്റ്റ് ബിസി വിത്ത് വർക്ക്. ആൻഡ് യു? Okay. ആൻഡ് യു കേട്ടോ, നമ്മൾ പറഞ്ഞ സമയത്ത് അങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. Okay sir. Good, just busy with work. And you? Same here. We should catch up. How about the beach this weekend? Sound perfect. Which beach? സൗണ്ട്സ് പെർഫെക്റ്റ്. അത് അഭിനവേ, നമ്മൾ ചില ആശയങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒന്നൊരു ക്ലാരിറ്റി കൊടുത്തിട്ട് അവിടെ നിർത്തുക. സൗണ്ട്സ് പെർഫെക്റ്റ്, നമ്മൾ ആ പറയുന്ന സംഭവത്തിൻ്റെ ഫീൽ. സൗണ്ട്സ് പെർഫെക്റ്റ്. വിച്ച് ബീച്ച് കേട്ടോ. Okay sir. Sounds perfect. Which beach? What do you think about Kovalam Beach? Right idea. ഒന്നേ നമുക്ക് വാട്ട് ഡു യു തിങ്ക്, വാട്ട് ഡു യു എന്ന് പറഞ്ഞാൽ ഡു യു, what do you think about Kovalam Beach? What do you think about? What do you എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല, അങ്ങനെ പറയാം. പക്ഷെ കുറച്ചുകൂടി ഫ്ലോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. ഏത് what do you think about Kovalam Beach? What do you പറഞ്ഞേക്കാം അജയ്. What do you think about Kovalam Beach? Great idea. When we should meet? When should we meet? When should we meet? Okay. How about early? Maybe 6 a.m.? That's work. It's cooler then. No, that works. Yeah, that works. It's cooler then. That works. It's cooler then. Okay. Perfect. It's going to be fun. It's gonna be fun. It's gonna be fun. No, it's going to be എന്നുള്ളത് നമുക്ക് എന്ത് വേണം? It's gonna be fun. നോട്ട് ചെയ്ത് വെച്ചോളൂ, ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോവും. Perfect. It's gonna be fun. Perfect. It's gonna be fun. അതാണ് going to be എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് gonna be. It's gonna be fun. Hey, it's perfect. It's gonna be fun. Okay. Okay. ബാക്കി. Can't wait. See you Saturday. See you Saturday. See you Saturday. Saturday എന്ന് പറഞ്ഞാൽ ആറൊന്നും വേണ്ട കേട്ടോ. Can't wait. See you Saturday. See you Saturday. Okay. അജയ് അലപന ഒന്നും പറഞ്ഞു. Can't wait. See you Saturday. Okay. See you there, Jack. It'll be a blast. It'll be a blast. It'll be a blast. It'll be a നമ്മൾ അവിടെ സ്ട്രെസ് ചെയ്ത് കൊടുത്തു, അപ്പോൾ ഒന്നുകൂടെ ശരിയാവും. See you there, Jack. It'll be a blast. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കൊള്ളാം, നന്നായി ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഭവം നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇത് ക്യാരക്ടർ തിരിച്ചൊന്നും ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഇടപെട്ടു, ഇതിൽ ഞാൻ ഇടപെടാതെ നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. ആരെ പറയാ, തിരിച്ചെടുക്കുക ക്യാരക്ടർ. ജാക്ക് ഇപ്പം ജാക്ക് ഞാനാവും. ഓക്കെ, അജയ് എടുക്കുക. ഡേവിഡ് എന്നുള്ളത് അഭിനവ് എടുക്കുക. ഡേവിഡ്. ഓക്കെ. Okay sir. Yeah, let's begin. Hey Jack, long time no see. Hi David, it's been ages. How are you? Good, just busy with work. And you? Same here. We should catch up. How about the beach this weekend? Sounds perfect. Which beach? What do you think about Kovalam Beach? Great idea. When should we meet? How about early? Maybe 6 a.m.? And ആ ഏർലി ഒന്നുകൂടി ക്ലാരിറ്റി ഉണ്ടാവണേ. About early? അല്ല, നമ്മളൊരു ചോദിക്കണം ഒരാൾ. How about early? Okay? Okay. How about early? Maybe 6 a.m.? Yeah, that works. It's cooler then. Perfect. It's gonna be fun. Can't wait. See you Saturday. See you there, Jack. It'll be a blast. അതൊന്ന് ക്ലാരിറ്റി എഴുതിക്കേ. See you there, Jack. It'll be a blast. ഒന്നുകൂടി പറഞ്ഞു. See you there, Jack. It'll be a blast. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്നതിലൊക്കെ അറിയാതെ തെറ്റിപ്പോയി വിചാരിച്ചാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് വീണ്ടും വീണ്ടും ഉറക്കെ പറയാം. കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ചെയ്യേണ്ട കാര്യം അതാണ്. ഒരു തവണ പറഞ്ഞു, അയ്യോ ഞാൻ ഈ അടുത്ത ദിവസം ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാണ്, സാർ ഞാൻ 5 തവണ വരെ പറഞ്ഞു നോക്കി, എനിക്കിങ്ങോട്ട് സ്പീഡില്ലാന്ന്. 5 തവണ എന്ന് പറഞ്ഞൊരു സംഭവമല്ല സുഹൃത്തെ, നിങ്ങൾ ശ്രദ്ധിക്കുക.
ഇവിടെ നമ്മൾ 10-20 തവണ പറഞ്ഞിട്ടാണ് പലതും ആളുകൾ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലേക്ക് വരിക. കാരണം നമ്മളൊരു 12 വർഷം അല്ലെങ്കിൽ 15 വർഷം സ്കൂളിലൊക്കെ പോയി കോളേജിലൊക്കെ പോയി പഠിച്ചിട്ട് നടക്കാത്തൊരു ഭാഷയാണ് നമ്മൾ ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ടൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ റെപ്പിറ്റേഷൻ വേണം. വീണ്ടും എത്രത്തോളം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നോ അത് നിങ്ങളുടെ ബ്രെയിനിൽ നല്ല ഫിക്സ് ചെയ്ത് വരും, ഭംഗിയായി സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം പല ആൾക്കാരും പറയുകയാണ് നമ്മുടെ ഏജിനെ പറ്റി, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര തിരക്കും പ്രായമൊക്കെ ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ ഈ തിരക്കും പ്രായമൊക്കെ ഉണ്ടായിട്ട് മനോഹരമായി ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് കാണാം, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കാണാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ 7 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് വന്നൊരു മാറ്റത്തിൻ്റെ ഓഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അവരുടെ വോയിസ് അയച്ചതിൻ്റെ. ഓക്കെ, അതൊരു ചേഞ്ചസ് വരുന്നത് എന്തുകൊണ്ടാണ്? അവരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ വിരലുണ്ടാകുന്ന ചില ആൾക്കാർ സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ട്. അവർക്ക് ആ ഉച്ചാരണം അതേപോലെ എത്തില്ല. ചില ആൾക്കാർ 1-2 തവണ ചെയ്തിട്ട് ഇടും, അപ്പോൾ ആ ഉച്ചാരണം അതേപോലെ കിട്ടില്ല. ഉച്ചാരണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ന്യൂട്രൽ ഒരു ആക്സെൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ന്യൂട്രലായിട്ട് പറയുമ്പോൾ ഒരു ഫ്ലുവൻസി ഉണ്ടെങ്കിലായിരിക്കും അത് കേൾക്കാൻ ഭംഗി ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ടുകൂടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇവിടെ വേണമെങ്കിൽ ഇനി ഞാൻ നിങ്ങൾക്ക് മലയാളം പറയും. മലയാളം പറഞ്ഞിട്ട് ഞാനൊരു ഗ്യാപ്പ് തരും. ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ അജയനോടോ അഭിനവനോടോ അതിൻ്റെ ഇംഗ്ലീഷ് പറയും. ഓക്കെ, അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഞാൻ മലയാളം പറഞ്ഞിട്ട് ആ ഗ്യാപ്പിൽ നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾ പെട്ടെന്ന് ആൻസർ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ മലയാളം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഡേവിഡ് പറയുന്നതാണ്. ഹായ് ജാക്ക്, കുറേ കാലമായല്ലോ കണ്ടിട്ട്. ഹായ് ജാക്ക്, കുറേ കാലമായല്ലോ കണ്ടിട്ട്. പെട്ടെന്ന് നിങ്ങൾ ഇംഗ്ലീഷ് പറയാം കേട്ടോ ഓഡിയൻസ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ പറയേണ്ടത് അജയാണ്. ഓക്കെ. ഹേ ജാക്ക്, ലോങ് ടൈം നോ സീ. ഇപ്പോൾ ജാക്ക് പറയാണ്, അതെ ഡേവിഡ്, ഒരുപാട് കാലമായി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ ഡേവിഡ്, ഒരുപാട് കാലമായി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയേണ്ടത് ഓഡിയൻസ് പെട്ടെന്ന് പറയാം. അതിനുശേഷം അഭിനവ് ആൻസർ പറയാം. Hey David, it's been ages. How are you? അപ്പോൾ ഡേവിഡ് പറയാണ്, നന്നായിരിക്കുന്നു, കുറച്ച് ജോലി തിരക്കുണ്ട്. നിനക്കുണ്ടോ? കുറച്ച് ജോലിൻ്റെയൊക്കെ തിരക്കിലാണ്. നിനക്കോ? പറയൂ അജയ്. Good, just busy with works. You? കേട്ടോ, അവിടെ ജസ്റ്റ് ബിസി വിത്ത് വർക്ക്. ആൻഡ് യു അവിടെ ആൻഡ് എന്നുള്ള സാധനം വിട്ടു കേട്ടോ അജയ്. ഓക്കെ സർ. അല്ലെങ്കിൽ കുഴപ്പമില്ല, യു എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല, അത് മതി. പക്ഷെ വേണമെങ്കിൽ നമുക്ക് ആൻഡ് യു, നിനക്കോ എന്നല്ല, ആൻഡ് യുവേഴ്സ് അങ്ങനെ ചോദിക്കാറുണ്ട്. ആൻഡ് യുവേഴ്സ്, നിങ്ങളുടെയോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാണ്, ഇവിടെ അങ്ങനെയൊക്കെ തന്നെ, ഇവിടെ അതുപോലെ തന്നെ. നമുക്കൊന്ന് കൂടിച്ചേരണ്ടേ, നമുക്കൊന്ന് കാണണ്ടേ, നമുക്കൊന്ന് ഇരിക്കണ്ടേ, നമുക്കൊന്ന് കൂടിച്ചേരണ്ടേ എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇവിടെ അതുപോലെ തന്നെ. ഒന്ന് പറയൂ അഭിനവ്. Same here. We should catch up. We should catch up. ഓക്കെ, അപ്പോൾ ഡേവിഡ് പറയാണ്, ഈ വീക്ക് അവസാനം തന്നെ നമുക്ക് ബീച്ചിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും? ഈ വീക്കെൻഡിൽ നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ, എങ്ങനെ ഉണ്ടാവും? ഓക്കെ, അജയ് എന്ന് പറഞ്ഞേക്ക്. How about the beach this weekend? ആണ്. How about the beach this weekend? Beach this weekend. ഒന്നിട്ട് പറഞ്ഞു. How about the beach this weekend? അപ്പോൾ നമ്മൾ പറയാണ്, ജാക്ക് പറയാണ്, അത് കൊള്ളാട്ടോ. ഏതാ ബീച്ച് എന്ന് പറയും. ആരാ പറയേണ്ടതെന്ന് വെച്ചാൽ അഭിനവ് പറയും. Sounds perfect. Which beach? വെരി ഗുഡ്. നമ്മുടെ ഓഡിയൻസ് ഈ ഗ്യാപ്പിൽ പറയുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കത് പറയാൻ പറ്റുന്നുണ്ടെന്ന്. ഓക്കെ, ഏതാ ബീച്ച് എന്ന് ചോദിക്കുമ്പോൾ കോവളം ബീച്ച് ആയാലോ, എന്ത് തോന്നുന്നു? അജയ് പറയും. What do you think about Kovalam Beach? What do you think about Kovalam Beach? പറഞ്ഞു അജയ് ഒന്നൂടെ. What do you think about Kovalam Beach? അപ്പോൾ അഭിനവാണ് ആശയം പറയേണ്ടത്. നല്ല ഐഡിയ. എപ്പോഴാണ് നമ്മൾ കാണുക? Great idea. When should we meet? ഓക്കെ, ഗ്രേറ്റ് ഐഡിയ. വെൻ ഷുഡ് വി മീറ്റ്? അപ്പോൾ അടുത്തത് അതിരാവിലെ ആയാലോ, ഒരു പക്ഷെ നമുക്ക് രാവിലെ 6 മണിക്ക് കണ്ടാലോ, ഇങ്ങനെയാണ് പറയേണ്ടത്. അജയാണ് ആൻസർ പറയേണ്ടത്. അതായത് ഡയലോഗ് ഇതാണ്, അതിരാവിലെ ആയാലോ, ഒരു പക്ഷേ രാവിലെ 6 മണിക്ക്. പറയൂ അജയ്. How about early, maybe 6 a.m.? അവിടെയാണ്. How about early, maybe 6 a.m. അടാ, നമുക്കൊരു പറയാണ്. How about early, maybe 6 a.m. ഒന്നൊരു പറഞ്ഞു നോക്കൂ. How about early, maybe 6 a.m.? ഓക്കെ, maybe എന്ന് പറഞ്ഞാൽ ജയ്. Maybe. അതാണ് നമ്മളതൊരു സംശയമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. സംശയം മീൻസ് നമ്മളൊരു ഓപ്ഷൻ പറയാണ്. maybe 6 a.m. ഓക്കെ, അതാണ് കേട്ടോ. ഓക്കെ. അത് രാവിലെ ആയാലോ, ഒരു പക്ഷേ 6 മണിക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ടോൺ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാം, ഓഡിയൻസ് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ പറയാണ്, അത് നന്നായിരിക്കും, ആ സമയത്ത് നല്ല തണുപ്പൊക്കെ ആയിരിക്കും.
അത് നന്നായിരിക്കും. ആ സമയത്ത് നല്ല തണുപ്പായിരിക്കും. അഭിനവ് പറയൂ. That works. It's cooler then. യാ, എന്ത് പറയുന്നു? It's cooler then. ഇറ്റ്സ് കൂളർ ദെൻ. ദെന്നാണ്, ദാനല്ല ദെന്നാണ് കേട്ടോ. Okay. ഇറ്റ്സ് കൂളർ ദെൻ. ഓക്കെ, സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. THEN ആണ്. ഓക്കെ, ഇറ്റ്സ് കൂളർ ദെൻ. റൈറ്റ്. ഓക്കെ, ദാറ്റ് വർക്ക്സ് അല്ലേ? ദാറ്റ് വർക്ക്സ് ഇറ്റ്സ് കൂളർ ദെൻ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആൻസർ പറയുകയാണ്. അജയാണ് പറയേണ്ടത് കൊള്ളാം, അത് നല്ല രസമായിരിക്കും. ഓഡിയൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊള്ളാം, അത് നല്ല രസമായിരിക്കും. അപ്പോൾ കൊള്ളാം എന്നുള്ളതിന് എന്ത് പറയും? അത് നല്ല രസമായിരിക്കും എന്നുള്ളതിന് എന്ത് പറയും? അന്ന് അജയ് പറഞ്ഞു നോക്കൂ. Perfect. It's gonna be fun. വെരി ഗുഡ്. കണ്ടോ, ഗോണ ബി ഫൺ. ഇപ്പോൾ പറഞ്ഞ കേട്ടോ, ഗോയിങ് ടു എന്നല്ല, ഗോണ ബി ഫൺ. പെർഫെക്റ്റ്. ഇറ്റ്സ് ഗോണ ബി ഫൺ. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് സാറ്റർഡേ തന്നെ കാണാം. അപ്പോൾ ആ സംഭവം എങ്ങനെ പറയും? അത് പറയേണ്ടത് അഭിനവാണ്. Can't wait. See you Saturday. Can't wait. See you Saturday. Can't wait. Okay, see you Saturday. അപ്പോൾ അവിടെ നിന്ന് കാണാം നമുക്ക്. ജാക്ക്, നമുക്ക് അടിച്ച് പൊളിക്കാം. എങ്ങനെ പറയും? അജയാണ് പറയേണ്ടത്. See you there, Jack. It will be a blast. വെരി ഗുഡ്. രണ്ടാളും നന്നായി ചെയ്യുന്നുണ്ട്. ഇപ്പം നേടോ ഒരു തവണ കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞു രണ്ടാമത് നമ്മളുള്ള വ്യത്യാസമുണ്ടോ? നിങ്ങൾ പറയുന്ന കുറച്ച് ഉച്ചാരണത്തിലും വിട്ടുപോയ സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ വരുന്നുണ്ട്. ഇതേപോലെയാണ് നമ്മൾ ഓഡിയൻസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഞാൻ ഇവരുടെ നമ്മുടെ അജയൻ്റെ അഭിനവിൻ്റെയും വോയിസ് വരാതെ ആദ്യം ഞാൻ മലയാളം പറയും, എന്നിട്ട് ഗ്യാപ്പ് തരും, എന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് പറയും. അങ്ങനെ ഒരു പ്രാക്ടീസും കൂടി ഞാനിപ്പോൾ ഇവിടെ ലാസ്റ്റ് ആഡ് ചെയ്യും. അപ്പോൾ അതും കൂടി കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉറക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഉറക്കെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ പറയാൻ പറ്റും. വളരെ ബേസിക്കായ സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങൾക്ക് ഒന്നാമത്തെ വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. നമ്മൾ 6 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 7ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഒന്നാമത്തെ വീഡിയോ മുതൽ നിങ്ങൾ കണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതേപോലെ തന്നെ തീരെ അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഒരു ടെൻഷനും വേണ്ട. ധൈര്യമായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കവിടെ ഫ്രീ ക്ലാസ്സസിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്ന ക്ലാസ്സുകളുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതുകൂടാതെ പെയ്ഡ് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പ്രാക്ടീസ് സെഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളത് കേട്ട് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രാക്ടീസ് സെക്ഷനാണ് തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ മലയാളം പറയും. ഈ കോൺവെർസേഷനിൽ ആദ്യം ഒരാൾ പറഞ്ഞ ഡിലോഗ് ഞാൻ അതിൻ്റെ മലയാളം പറയും. അതിനുശേഷം ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് പറയാൻ ട്രൈ ചെയ്യണം. അതിനുശേഷം എന്താണോ എങ്ങനെയാണോ അത് ഇംഗ്ലീഷിൽ പറയേണ്ടത് അതേപോലെ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതേപോലെ ഓരോ ഡിലോഗുകളും ആദ്യം മലയാളം, പിന്നെ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് പറയാൻ, പിന്നെ ഇംഗ്ലീഷ്. ഈ രീതിയിലായിരിക്കും ഈ ഒരു സെക്ഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആർ യു റെഡി? സോ ലെറ്റ്സ് ഗോ ദേർ. ഹായ് ജാക്ക്, കുറേ കാലമായല്ലോ കണ്ടിട്ട്. ഹേയ് ജാക്ക്, ലോങ് ടൈം നോ സീ. അതെ ഡേവിഡ്, ഒരുപാട് കാലമായി. എന്തൊക്കെയുണ്ട് വിശേഷം? Hey David, it's been ages. How are you? സുഖമായിരിക്കുന്നു. പിന്നെ കുറച്ച് ജോലി തിരക്കുണ്ട്. നിനക്കോ? Good. Just busy with work. And you? ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ നമുക്കെല്ലാവർക്കും ഒന്ന് കൂടിച്ചേരണ്ടേ? Same here. We should catch up. ഈ വീക്കെൻഡിൽ നമുക്ക് ഒന്ന് ബീച്ചിൽ പോയാലോ? How about the beach this weekend? അത് കൊള്ളാം. ഏത് ബീച്ചിലാ? Sounds perfect. Which beach? കോവളം ബീച്ച് ആയാലോ? എന്തു തോന്നുന്നു? What do you think about Kovalam Beach? നല്ല ഐഡിയ. എപ്പോഴാണ് നമ്മൾ കാണുക? Wow, that's a great idea. When should we meet? അത് രാവിലെ ആയാലോ? ഒരു പക്ഷേ നമുക്ക് രാവിലെ 6 മണിക്ക് ആയാലോ? How about early? Maybe 6 AM? അത് നന്നായിരിക്കും. ആ സമയത്ത് നല്ല തണുപ്പൊക്കെ ആയിരിക്കും.
That works. It's cooler then. കൊള്ളാം, അത് നല്ല രസമായിരിക്കും. Perfect. It's gonna be fun. ഓ, അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് സാറ്റർഡേ തന്നെ കാണാലോ. Can't wait. See you Saturday. അപ്പോൾ നമുക്ക് അവിടുന്ന് കാണാം. ജാക്ക്, നമുക്ക് അടിച്ച് പൊളിക്കണം. See you there, Jack. It will be a blast. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, വെൽക്കം ബാക്ക് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ നമ്മൾ സ്ക്രീൻ കാര്യങ്ങളൊക്കെ, സ്ക്രീനിൽ ഞാൻ തന്നിട്ടുള്ള ഓരോ ടെക്സ്റ്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് കുറേ ആൾക്കാർ അഭിപ്രായ പ്രകാരം കൂടിയാണ് ഇട്ടത്. ഇതേപോലുള്ള കോൺവെർസേഷനുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് ഇതേപോലുള്ള കോൺവെർസേഷനുകൾ ചെയ്യുകയുള്ളൂ. കാരണം ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു കോൺവെർസേഷൻ സ്റ്റൈലല്ല. പക്ഷേ നിത്യജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ആളുകളോട് സംസാരിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെയാണ് പലപ്പോഴും ഈ സെൻറ്റൻസുകളൊക്കെ ഉപയോഗിക്കുകയും സംസാരിക്കുകയും ചെയ്യുക. അവിടെ നമ്മൾ ഗ്രാമറൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ വളരെ മോശമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോൺവെർസേഷൻ വന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതേപോലുള്ള കോൺവെർസേഷൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞാനൊരു ചെറിയൊരു സെൻറ്റൻസ് പറയാം. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഇതിലേതാണ് ശരി എന്ന് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിലേതൊക്കെയാണ് ശരി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ തെറ്റേതാണെന്നുള്ള കാര്യം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് ചെയ്യുക കേട്ടോ. എങ്കിലാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ, അത്രത്തോളം ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. മുമ്പ് പഠിപ്പിച്ച പല ഭാഗങ്ങളിൽ നിന്നുമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒന്നിതാണ് ഐ ടോക്ക് ടു ഹിം. ഐ ടോക്ക് ടു ഹിം. ഓക്കെ, ഐ ടോക്ക് ടു ഹിം. അതേപോലെ തന്നെ ഐ ടോക്ക്ഡ് ടു ഹിം. ഐ ടോക്ക്ഡ് ടു ഹിം. ഓക്കെ, then I talked with him. I talked to him. I talked to him. I talked with him. ഇതിൽ ഒരു സെൻറ്റൻസ് തെറ്റാണ്. തെറ്റായ സെൻറ്റൻസ് ഏതാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, എത്ര ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്കറിയാലോ. എന്താണ് നിങ്ങളുടെ ആൻസർ എന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ആൻസർ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതായിരിക്കും. അനുബന്ധ വിവരങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. ഐ ടോക്ക്ഡ് ഹിം. ഐ ടോക്ക്ഡ് ടു ഹിം. ഐ ടോക്ക്ഡ് വിത്ത് ഹിം. ഇതിലേതാണ് തെറ്റായ സെൻറ്റൻസ് എന്ന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ 9995558247. അതിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട. പിന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക കേട്ടോ. ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ വിൽ ബി മീറ്റ് അഗൈൻ. ഇറ്റ്സ് മീ യുവർ ക്ലോസ് ഫ്രണ്ട് സൂര്യ ധനീഷ്. ബൈ ഫോർ നൗ.